നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഈ ബിഗ് ബോസ് ടെലിവിഷൻ ഷോ ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് തുടർച്ചയായിട്ട് കാണുന്ന ഒരാളാണ്. നമുക്കറിയാം ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലെ അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ളത് 7 കണ്ടസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വിജയം ആർക്കൊപ്പം എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഞാനുള്ളത് പറയാം, ഞാൻ അതിനെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്തില്ല. കാരണം ഒരാൾ വിജയിച്ചിട്ട് മാത്രമേ നമുക്ക് വിജയിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വിജയത്തെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ദ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് വിജയം. നമുക്ക് സക്സസിനെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ട് അങ്ങോട്ടൊന്നും കൂടുതൽ കടക്കുന്നില്ല. ബിഗ് ബോസ് ഹൗസിലെ നിലവിൽ 7 കണ്ടസ്റ്റൻ്റ് ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ അനീഷാണ്. കാരണം അദ്ദേഹം ഒരു കോമണറാണ്, കാരണം സാധാരണക്കാരനായ ഒരു മത്സരാർത്ഥിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ കൂടുതൽ ഇടം പിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ളവരൊക്കെ സെലിബ്രിറ്റികളല്ലേ, അപ്പോൾ അവരെ നേരത്തെയൊക്കെ ആൾക്ക് പരിചയമുണ്ട്. പക്ഷേ അനീഷ് എന്ന് പറഞ്ഞ മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബിഗ് ബോസ് ഷോയിൽ വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ ഉള്ളതല്ല. ഞാൻ ഇദ്ദേഹത്തെ അറിയുന്നത് ബിഗ് ബോസ് ഷോയിൽ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വരികയും അദ്ദേഹം തൻ്റെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കുകയും ചെയ്യുകയായിരുന്നു. വിജയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. വിജയം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. വിജയം എന്ന് പറഞ്ഞാൽ ഒരാൾ വിജയിച്ചിട്ട് മാത്രമേ നമുക്ക് വിജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. അത് എനിക്ക് തോന്നുന്നു 7 പേര് നല്ല മത്സരാർത്ഥികളാണ്. അപ്പോൾ അനീഷിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് അനീഷാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവരുടെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ അക്ബർ, നെവിൻ എന്ന് പറഞ്ഞാൽ വളരെ ബിഗ് ബോസ് ഹൗസിൽ ചിരി പടർത്തിയ ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ നെവിനാണ്. എനിക്ക് തോന്നുന്നു